ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഹലോ ഡിസംബർ അല്ലെങ്കിൽ ഡിസംബർ മെമ്മറീസിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ പോയി നോക്കാട്ടോ. പിന്നെ അല്ലെങ്കിൽ തന്നെ ക്രിസ്മസ് ഷോപ്പിംഗ് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ക്രിസ്മസ് ഷോപ്പിംഗിന് എവിടേക്കൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് വാങ്ങിച്ചെന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് ഹോൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഹോൾ വീഡിയോ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, എന്നാലും നമ്മൾ ഈ ഒരു വർഷത്തെ ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആ വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ എന്താണെന്നും ഇനി ആർക്കെങ്കിലും ഇത് ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ, ഈ ഒരു വീഡിയോ ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആവുകയാണെങ്കിൽ നല്ലതാണല്ലോ. ഇനിയിപ്പോ എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയാലോ, ഏത് സാധനങ്ങളാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് കാണാനൊക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഹോൾ വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ കളക്ഷൻസ് ആയിട്ട് ഓരോന്നായിട്ട് കണ്ടാലോ. അപ്പൊ നമുക്ക് ഡേയ്സോന്ന് വാങ്ങിച്ചിട്ടുള്ളത് ആകെ കൂടി ഈ ഒരു കവറിലുള്ള 1, 2, 3 ഐറ്റംസ് അല്ലേ. മെയിനായിട്ട് കൂടുതലായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ എന്നുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഡേ ടു ഡേലത്തെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതിൽ അതിൽ കുറച്ച് ഐറ്റംസ് ഞാൻ ഇതിൽ നിന്ന് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിലേക്കുള്ള ബോൾസും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വെച്ച് കഴിഞ്ഞു. കാരണം പിള്ളേർ തീരെ ഒരു സമാധാനം തരാണ്ട് വെക്കി പറഞ്ഞിട്ട് അപ്പൊ ഇത് ചെയ്യണേക്കാളും മുന്നേ തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഇനി എടുത്തു വെച്ച് കഴിഞ്ഞാല് അവര് സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതെന്താണ് വാങ്ങിച്ചെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പക്ഷെ ആ ഒരു ഐറ്റംസ് മാത്രം നമ്മൾ ഇതിൽ നിന്ന് മാറ്റി നമ്മൾ ഓൾറെഡി ട്രീ വെച്ച കാരണം. ഡേയ്സോലേക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അധികം ഐറ്റംസ് ഒന്നുമില്ല. ഇതുപോലത്തെ ഒരു കുഞ്ഞി ട്രീ, അതായത് ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ട്രീ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഇതിന് വരുന്നത് 10.95, അതായത് 11 dirhams ആണ് ഇതിന്റെ ഒരു ട്രീയുടെ ഒരു റേറ്റ് വരുന്നത്. ഇങ്ങനത്തെ കുഞ്ഞിയ ട്രീസ് ഞാൻ ഡേ ടു ഡേയിൽ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ടു ഡേയിൽ പോയിട്ട് അവിടുത്തെ ഐറ്റംസ് ഒക്കെ കണ്ടുവച്ചു. എന്നിട്ട് നമ്മള് ഡേയ്സോലേക്ക് പോയി. അപ്പൊ ഡേയ്സോയിൽ പോയിട്ട് ഇനി എവിടെയാണ് കൂടുതലെന്ന് നോക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനത്തെ ട്രീ ഞാൻ നോക്കിയപ്പോ നമ്മുടെ ഡേ ടു ഡേയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മള് ഡേയ്സോന്ന് നമുക്ക് വാങ്ങിക്കേണ്ടി വന്നത് കേട്ടോ. ഇനി പല ഡേ ടു ഡേയിൽ ഉണ്ടോന്ന് അറിയില്ല. ആകെ നമുക്കിവിടെ അബുദാബിയില് ഒരു ഡേ ടു ഡേ ഉള്ളു. അതുകൊണ്ട് നമുക്ക് വേറെ നോക്കാൻ നിവൃത്തിയില്ല. പിന്നെ ദുബായ് വരെ ഇതിന് വേണ്ടിയിട്ട് പോണേക്കാളും ഡേയ്സോന്ന് വാങ്ങിക്കാണല്ലോ നല്ലത്. അപ്പൊ ഇതാണ് ഒരെണ്ണം നമ്മൾ ഡേയ്സോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ഐറ്റം, നമ്മൾ പാക്കിംഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. നമ്മളിപ്പോ ഇത് എടുത്ത് ഓപ്പൺ ചെയ്യണുള്ളൂ. പിള്ളേർ ഇത് കണ്ടു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ഉണ്ട് ഒരു കാര്യം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യം വരുമോ എന്നുള്ളത് കൊണ്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതാ ഒരു കുഞ്ഞൊരു ഹൗസ്, ഇതുപോലത്തെ ഒരു ഹൗസ്. ഇത് ബാറ്ററി ഹൗസ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു കുഞ്ഞൊരു ഹൗസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു നമ്മളൊരു ക്രിസ്മസ് വില്ലേജ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഹൗസ് വേണ്ടി വരുമല്ലോ. ഇതിന് 17 dirhams ആണ് കേട്ടോ റേറ്റ്. ബാറ്ററി ഇടാൻ പറ്റുന്ന പോലത്തെയാണ് കേട്ടോ ഇങ്ങനത്തെ. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് വേണം, ഈ ഒരു സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ബാറ്ററി ഇടാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിനുള്ള ലൈറ്റ് ഉണ്ടാവണം. അപ്പൊ ഇത് വെക്കുമ്പോൾ അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ നെക്സ്റ്റ് ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു ഹൗസാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഞാൻ ഇവിടുത്തെ ഡേ ടു ഡേയിൽ കണ്ടില്ലായിരുന്നു. ഇനി ഞാൻ കാണാതെ പോയതാണോ എന്ന് അറിയില്ല, ഞാൻ കണ്ടില്ലായിരുന്നു. ഇതാ ഇതുപോലെ ഒരു കുഞ്ഞൊരു ട്രീ പോലെ പൊട്ടാത്ത ടൈപ്പാണ് അങ്ങനത്തെ ട്രീ. ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് 8 dirhams. അതാണ് റേറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മള് ഡേ ടു ഡേയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുറവിൽ കിട്ടുമായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡേയ്സോയിൽ പോയി നോക്കിയപ്പോൾ ഡേയ്സോയിലത്തെ കളക്ഷൻ അധികം തോന്നിയില്ല. അതുകൊണ്ട് നമ്മള് ഡേയ്സോന്ന് പിന്നെയും തിരിച്ച് ഡേ ടു ഡേയിൽ വന്നിട്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചത്. ഇത് രണ്ടും ഏകദേശം ഒരേ ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു മെറി ക്രിസ്മസ് എന്ന് അതിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. കാണുമെന്ന് എനിക്കറിയില്ല. മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അത്. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഡേയ്സോന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കാണാൻ പോകുന്നതൊക്കെ നമ്മുടെ ഡേ ടു ഡേലത്തെ ആണ് കേട്ടോ. കുറെ ഐറ്റംസ് ഒക്കെ അവിടെ 1.95 dirhamsiനുള്ളത് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഏരിയയിൽ മൊത്തം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ 2 dirhamsന് താഴെ ഉള്ള ഇതുപോലെ ബെല്ലൊക്കെ ആയിട്ട്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇങ്ങനത്തെ 2 dirhamsന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. അപ്പൊ അതുകൊണ്ടാണ് 2 ബെല്ലുണ്ട് കേട്ടോ ഇവിടെ. 2 ബെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു
റെയിൻഡിയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ റെയിൻഡിയർ, അപ്പൊ അതിന്റെ പല ടൈപ്പ് ഉണ്ട്. റെയിൻഡിയർ എടുത്തിട്ടുണ്ടായിരുന്നു. റെയിൻഡിയർ തന്നെയായിരുന്നു അധികം. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ആളുകൾ എടുത്തു പോയിട്ട് കഴിയുന്നതായിരിക്കാം. പിന്നെ ഇതൊരു സാന്റാക്ലോസ് ആണ്, സോറി സാന്റാക്ലോസ് അല്ല, സ്നോമാൻ. ഞാനത് സ്റ്റിക്കറൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇതൊക്കെ ഈ 1.95 ആണ്. ഇതുപോലെ ഹാങ് ചെയ്തിടാനും പറ്റും. അത് നേരത്തെ കാണിച്ചിരുന്ന റെയിൻഡിയർ അങ്ങനെ ഞാൻ ഹാങ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഇതിൽ ബല്ലൊന്നുമില്ല, പക്ഷെ പല ഷേപ്പിലുള്ളതുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഹാങ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ഇടണമെങ്കിൽ ഇടാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഇതൊക്കെ വെച്ചിട്ട് മനസ്സിലൊരു ഐഡിയ പ്ലാൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെയൊക്കെയാണ് അറേഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഈ ഒരു റെയിൻഡിയറിന് ബെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ റെയിൻഡിയർ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു നമ്മുടെ സ്നോമാൻ്റെ പോലെ ജസ്റ്റ് ഹാങ് ചെയ്തിടാനും മാത്രമേ പറ്റുള്ളൂ. ഇതിന്റെ കുറച്ചും കൂടി കണ്ടോ, അതിന്റെ ഇത് ഇങ്ങനെ വൈറ്റ് ഇങ്ങനത്തെയാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വെറുതെ നേരത്തെ കാണിച്ചിരുന്ന സ്നോമാൻ്റെ പോലത്തെ ഒരു നൂല് മാത്രമേ, ആ ഒരു ത്രെഡ് മാത്രമേ ഉള്ളൂ. എന്നതാ അതുപോലെ തന്നെ സാന്റാക്ലോസ്. അപ്പൊ അത് നമ്മൾ തപ്പിയെടുക്കണം, കാരണം അതിൽ പല ഷേപ്പിന്റെ ഉണ്ട്. സാന്റാക്ലോസ് ഉണ്ട്, സ്നോമാൻ ഉണ്ട്, റെയിൻഡിയർ ഉണ്ട്. അപ്പൊ അത് ഓരോന്നും ഡിഫറെന്റ് ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി സെയിം തന്നെ വേണ്ടവർക്ക് സെയിം. അപ്പൊ നമ്മളത് പല ടൈപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് സാന്റാക്ലോസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിസ്മസ് വില്ലേജ് പോലെ സെറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അപ്പൊ അതിൽ ഞാൻ അങ്ങനത്തെ കുറെ റീൽസ് കാണാറുണ്ട്. നമുക്കറിയാലോ, നമ്മൾ ഈ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കിങ്ങനെ ഓരോ ഐഡിയകളും അല്ലെങ്കിൽ അത് ഇന്നത് ചെയ്യാനൊക്കെ നമുക്കൊരു തോന്നൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുക. അപ്പൊ അതുപോലെ ഞാനൊരു ഇതിൽ കണ്ടതായിരുന്നു. ഒരു ഇതെന്നല്ല, നമ്മൾ ഒരു റീല് കാണുമ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് റീൽസ് വരുമ്പോൾ ക്രിസ്മസ് വില്ലേജ് പോലെ അതിലേക്ക് സ്നോ ഇടുന്നത് കണ്ടിട്ടുണ്ടാവല്ലോ. നമ്മളിങ്ങനെ അത് ക്രിസ്മസ് വില്ലേജ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ട് സെറ്റ് ചെയ്യലോ, ചെറിയൊരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സർക്കിൾ ഷേപ്പിലൊക്കെ ഉള്ളതിൽ കുറച്ച് അവർ സ്നോ പോലെ ഇട്ടിട്ടാണ് അതിൽ ഓരോ ഐറ്റംസ് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതുപോലത്തെ സ്നോ. നമ്മൾ മെയിനായിട്ട് ഷോപ്പിങ്ങിന് നമ്മൾ UAE വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന മെയിൻ സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡേ ടു ഡേ അല്ലെങ്കിൽ ഡേയ്സോ. ഈ രണ്ട് സ്ഥലത്തു തന്നെയാണ് നമ്മൾ എല്ലാ ക്രിസ്മസിനും വാങ്ങിച്ചിട്ടുള്ളത്. മെയിനായിട്ട് ഡേയ്സോയിലാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലും അല്ലെങ്കിൽ ഒരു കുറച്ച് വെറൈറ്റി ഒക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡേയ്സോന്നാണ് കൂടുതലായിട്ട് വാങ്ങിക്കാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നവംബർ ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആയപ്പോഴേക്കും, മറ്റേത് നമ്മൾ ഡിസംബർ ഒക്കെ ആയിട്ടാണ് വാങ്ങിക്കാൻ പോവാറുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ നമ്മൾ വാങ്ങിക്കാനായിട്ട് പോയി. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഡേയ്സോയിൽ അധികം കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നും ചിലപ്പോൾ ഇവിടുത്തെ നാഷണൽ ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ അതുകൾ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ശരിക്കും അവർ അറേഞ്ച് ചെയ്തിട്ടില്ല, എല്ലാ കളക്ഷനും അവർ വെച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ സാധാരണ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഒക്കെ കാണുന്ന ഏരിയാസിലൊന്നും അവരത് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഡേയ്സോയിൽ അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഒരു 75-80% നമ്മുടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഡേ ടു ഡേ തന്നെയാണ് കേട്ടോ. അപ്പൊ അവിടത്തേക്കാണ് കൂടുതൽ ഐറ്റംസ് ഉള്ളത്. പിന്നെ കുറച്ച് നമ്മൾ ഡേയ്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പല ടൈപ്പ് സ്നോ ഉണ്ട്. ഇതിന് എന്താണ് ഡിഫറൻസ് എന്ന് ഒന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിന് 3.95 ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പുൽക്കൂടൊന്നും നമ്മൾ വെക്കണില്ലെങ്കിൽ പോലും നമ്മുടെ ക്രിസ്മസിന്റെ പഴയ കാലം തൊട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലുള്ള ചെറിയ ചെറിയ സാന്റാക്ലോസും സ്നോമാനും അങ്ങനെയുള്ള റെയിൻഡിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റോ ഒരു ട്രേ ഒക്കെ എടുത്തിട്ട് അതിൽ ഇതുപോലത്തെ ഈ ഒരു സ്നോ പോലെ ഇട്ടിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ തന്നെ കാണാൻ ഭംഗിയാണല്ലോ. പിന്നെ ഒരു ലൈറ്റും കൂടി ഇട്ട് കൊടുത്താൽ സെറ്റായി. അപ്പൊ അതിന് വേണ്ടി എടുത്തിട്ടുള്ളതായിരുന്നു ഈ ഒരു സ്നോ. അപ്പൊ ഇതിന് ഉണ്ടായിരുന്നത് 3.95 ആണ്. ഇതിൽ 6 ദിർഹംസിന്റെ ഉണ്ട്, അങ്ങനെ റേറ്റ് കൂടുതലൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളിത് ആദ്യമായിട്ട് എടുത്ത് പരീക്ഷിക്കുന്നതായതുകൊണ്ട് റേറ്റ് കുറവിനെയാണ് എടുത്തത്. നമ്മള് ക്രിസ്മസ് ട്രീയിലേക്ക് ഇടാനുള്ള ബോൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബോളും പിന്നെ നമ്മളൊരു പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബോള് സിൽവർ കളറിലുള്ള ബോള് സാധാരണ കാണുന്ന പോലത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു എന്താ പറയാ സ്റ്റിക്ക് ഇല്ലേ, ഇങ്ങനത്തെ ക്രിസ്മസിനൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു സാന്റാക്ലോസിന്റെ ആ ഒരു ഇതുപോലത്തെയും ഒരു സ്റ്റിക്ക് പോലെയും പിന്നെ ഒരു മഞ്ഞിന്റെ ഒരു ഇതിനെന്താ പറയാ സ്നോ ഫ്ലേക്സ് എന്ന് പറയല്ലോ, ആ ഒരു ഷേപ്പിലുള്ള അത് ഞാൻ അതിന്റെ പിക്ചർ ഇതിൽ ആഡ് ചെയ്യാം, എന്താന്ന് കാണിച്ചു തരാം. അപ്പൊ അങ്ങനത്തെ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് തീം നമ്മൾ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കളർ തീമിലുള്ള ചേർക്കാൻ വിചാരിച്ചു. വേറെ ഒന്നും ഉണ്ടല്ലോ, നമ്മൾ എപ്പോ നോക്കിയാലും റെഡ്, ഗ്രീന്, ഗോൾഡൻ, പിന്നെ വൈറ്റ്,
ഈ ഒരു കളറിൽ തന്നെയായിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും പോവാം. അപ്പൊ അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേറൊരു കളറ് സെലക്ട് ചെയ്തേന്നുള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ റെഡ് കളർ വരുമ്പോൾ തന്നെയാണ് അതിന് ഭംഗി. അതിൽ മാറ്റമൊന്നുമില്ല. റെഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭംഗി, എനിക്ക് കാണാനായാലും ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ഒരു റെഡും ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചു എന്ന് മാത്രം. 3.50 ആണ് കേട്ടോ അതിന്റെ ഒരു റേറ്റ് വരുന്നത് ഒരു സ്റ്റിക്കിന്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആണ്. അപ്പൊ നമ്മുടെ ട്രീ ഭാഗ്യത്തിന് വളരെ ഒരു കുഞ്ഞൊരു പാവൻ ട്രീ ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് അധികം ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ട്രീയുടെ സൈസ് ചെറുതാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഐറ്റംസ് മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചെറിയൊരു ട്രീ ആണ്. അപ്പൊ അതിലേക്ക് ഒരു കുറച്ച് നമ്മൾ ഇങ്ങനത്തെ സ്റ്റിക്ക് എടുത്തു. ഇനി ഇതിൽ ലാസ്റ്റ് ആയിട്ട് കാണിക്കാനുള്ള ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ തീം എന്ന് പറയുന്നത് വൈറ്റും ബ്ലൂ ആണ്. നമ്മൾ ഈ ഒരു വർഷം നമ്മൾ ക്രിസ്മസിന് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ അതിലേക്ക് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഈ ഒരു സാന്താക്ലോസ്. ഇത് നമ്മുടെ ഡേ ടു ഡേ എന്നാണ് നമ്മൾ എടുത്തത്. ഇതിന് 30 ദിറംസ് ഉണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം സൈസ് ഉണ്ട്, അത്ര ചെറുതല്ല. ഇപ്പൊ തുറക്കാം. നമ്മൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കളർ ആയാലോ വിചാരിച്ചത്. കാരണം ഈ ഒരു കളറിലുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴാണ് എല്ലാ പ്രാവശ്യം ഇതല്ല, അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ആയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ സാൻഡയുടെ അല്ല ഫേസ് കാണാനില്ല, അങ്ങനെ ഫേസ് ആക്കിയത്. അപ്പൊ ഇതേപോലത്തെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു സാന്താക്ലോസ് നിൽക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. നിൽക്കും. നമ്മള് വേറെ കളറിലുള്ള സാൻഡാനെയാണ് എടുത്തത് കേട്ടോ. സാൻഡി ഉണ്ട്, ഒരാളും കൂടി ഉണ്ട്. ഇതേപോലെ ഒരു സ്നോമാൻ എടുത്തു. സ്നോമാൻ്റെ റേറ്റ് 20 ദിറംസ് ഉള്ളൂ കേട്ടോ. 20.95 20 ദിറംസിന്റെ ഒരു സ്നോമാൻ ഇവിടെ ഇതുണ്ട്. ഇതാണ് നമ്മുടെ സ്നോമാന്റെ ഹാറ്റ് നമ്മളൊന്ന് നിവർത്തേണ്ടി വരും. അത് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും അടങ്ങിയിരുന്നിട്ട്. ഓക്കെ, സ്നോമാനെ നമുക്ക് വെച്ച് നോക്കാം. ഒന്നും ഇതുവരെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഓക്കെ, സ്നോമാൻ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിങ്ങിന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ക്രിസ്മസ് ഷോപ്പിംഗ് ഹാൾ എന്ന് പറയുന്ന വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എല്ലാ ഐറ്റംസും വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ക്രിസ്മസിന്റെ ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് വാങ്ങിച്ചുണ്ടാക്കുന്നതല്ല. ഓരോ വർഷവും നമ്മൾ ക്രിസ്മസിന് കുറച്ച് ഐറ്റംസ് ഒരു ബഡ്ജറ്റ് വെക്കും. ഈ ഒരു ഇതിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്ന് വിചാരിക്കും. അപ്പൊ അതിന് നോക്കിയിട്ട് നമ്മൾ ഒരൊറ്റ ഷോപ്പിൽ നിന്നല്ല 1, 2, 3 ഷോപ്പിലൊക്കെ പോയിട്ട് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. ഈ വർഷത്തെ നമ്മുടെ ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് ഹാൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. ഷോപ്പിംഗ് ഹാൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ വീടൊക്കെ അറേഞ്ച് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചും, പിന്നെ ഷോർട്സിലും ഓരോന്ന് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യണേ, എങ്ങനെയാണ് ചെയ്യുന്നതിനെ ഒക്കെ കുറിച്ചിട്ടുള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ കാണാം. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.